നമസ്കാരം. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ രാജ്യസഭാംഗമായത് ഒ രാജഗോപാലാണ്. പി പരമേശ്വരൻ എന്ന RSSലെ ബഹുമുഖ വ്യക്തിത്വത്തിനായി വാജ്പേയി കരുതിയതായിരുന്നു ആ MP പദവും മന്ത്രിസ്ഥാനവും. പക്ഷേ രാജഗോപാലിനെയാണ് പി പരമേശ്വരൻ പകരക്കാരനായി മുന്നോട്ട് വച്ചത്. പിന്നീട് BJPയുടെ മോദി പ്രധാനമന്ത്രിയായപ്പോൾ കേരളത്തിൽ നിന്നും ഒരേ സമയം ഒന്നിലധികം പേർ രാജ്യസഭാ MPമാരായി. അൽഫോൺസ് കണ്ണന്താനവും V മുരളീധരനും സുരേഷ് ഗോപിയും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി റിച്ചാർഡ് ഹേയും രാജ്യസഭയിലെത്തി. ഒരേ സമയം ഒന്നിലധികം പേർ. V മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും രണ്ടാം മന്ത്രിസഭയിൽ ഒരുമിച്ച് മന്ത്രിമാരായ മലയാളികളുമായി. കർണാടകയിൽ നിന്നും രാജ്യസഭയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ മോദി സർക്കാർ എത്തും മുൻപേ രാജ്യസഭയിൽ ഇടം നേടിയ മലയാളിയായിരുന്നു. PT ഉഷയും രാജ്യസഭാംഗമാണ്. പുതിയ മോദി സർക്കാരിൽ പ്രതീക്ഷിച്ചതുപോലെ സുരേഷ് ഗോപി മന്ത്രിയായി. ഇതിനൊപ്പം അപ്രതീക്ഷിതനായി ജോർജ് കുര്യനും എത്തി. മധ്യപ്രദേശിൽ നിന്നായിരുന്നു കേന്ദ്രമന്ത്രിയായ ശേഷം ജോർജ് കുര്യൻ രാജ്യസഭാംഗമായത്. മുൻ കീഴ്വഴക്കമനുസരിച്ച് ഒരാൾ കൂടി കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമാകുമെന്ന് ഏവരും കരുതിയിരുന്നു. പലരും ആ പദവി ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ആഗ്രഹിച്ചവർക്കൊന്നും അത് മോദി നൽകിയില്ല. പകരം സദാനന്ദൻ മാസ്റ്ററെ തിരഞ്ഞെടുത്തിരുന്നു. കുട്ടിക്കാലം മുതൽ ആരുടെയും സമ്മർദ്ദമില്ലാതെ BJP രാഷ്ട്രീയത്തിനൊപ്പം നടന്ന ന്യൂനപക്ഷ സമുദായ അംഗമായിരുന്നു ജോർജ് കുര്യൻ. സംഘപരിവാറുകാരുടെ ഇഷ്ടനേതാവ്. ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കുര്യനെ മോദി കണ്ടെത്തി. അതിന് സമാനമായി ബലിദാനി വികാരം ശക്തമാക്കാൻ RSSകാരുടെ പ്രിയപ്പെട്ട മാസ്റ്ററായ സദാനന്ദനെ രാജ്യസഭയിലും എത്തിച്ചു. രണ്ടും കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളാണ്. അതായത് ജോർജ് കുര്യനും PT ഉഷയും സദാനന്ദൻ മാസ്റ്ററും അടക്കം 3 പേർ ഒരേ സമയം BJP അക്കൗണ്ടിൽ രാജ്യസഭയിൽ അംഗമാവുകയാണ്. കായിക താരമെന്ന നിലയിൽ PT ഉഷയെയും നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് K സുരേന്ദ്രൻ. ഒരു വട്ടം കൂടി തന്നെ തുടരാൻ അനുവദിക്കുമെന്ന് ഏവരും കരുതി. പക്ഷേ കർണാടകയിലെ BJPയിൽ നിറങ്ങി നിന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന മലയാളിയെ ആ ദൗത്യം ഏൽപ്പിച്ചതും മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. കേരളത്തിലെ BJPയിൽ ഗ്രൂപ്പിസം അനുവദിക്കില്ല എന്ന സന്ദേശമായി ഭാരവാഹി പ്രഖ്യാപനം. എല്ലാവരും ഒരുമിച്ച് നീങ്ങണമെന്ന സന്ദേശം നൽകാൻ അമിത്ഷാ കേരളത്തിൽ നേരിട്ടെത്തി. അമിത്ഷാ പോകുമ്പോൾ പലരും അടുത്ത രാജ്യസഭാ അംഗം താനാകുമെന്ന് പലരും സ്വപ്നം കണ്ടിരുന്നു. സുരേന്ദ്രൻ രാജ്യസഭാ അംഗമായി കേന്ദ്രമന്ത്രിയാകുമെന്ന് പോലും പ്രചാരണമുണ്ടായി. മുൻ മന്ത്രി V മുരളീധരനും കേന്ദ്രമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ്റെ അനുയായികളും അദ്ദേഹം MP ആകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ രാജ്യസഭാ അംഗമായി സദാനന്ദൻ മാസ്റ്റർ എത്തിയതോടെ ആ പ്രതീക്ഷകൾ തെറ്റുകയാണ്. ഇതിനൊപ്പം PK കൃഷ്ണദാസും രാജ്യസഭയിലേക്ക് എത്താമെന്ന് കരുതിയിരുന്നു. പത്മജ വേണുഗോപാലിന് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. എന്നാൽ കരുണാകരൻ്റെ മകളെ ഗവർണറാക്കുമെന്ന പ്രചാരണമായിരുന്നു ആദ്യം മുതൽ കൂടുതലായി നടക്കുന്ന പ്രചാരണം. BJPയുടെ സംസ്ഥാന നേതൃനിരയിൽ പത്മജയെ എത്തിക്കാത്തത് കൊണ്ട് ദേശീയ തലത്തിൽ അവരെ അംഗീകരിക്കുമെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവം. പക്ഷേ BJPയിൽ പരമ്പരാഗത മുഖങ്ങളുടെ എല്ലാം രാജ്യസഭാ MP മുഖത്തെ തകർത്താണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ എൻട്രി. ഇതിനെ എതിർക്കാൻ ആ പദവി ആഗ്രഹിച്ചവർക്ക് പോലും കഴിയുന്നില്ല. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിലും വലിയ സർപ്രൈസാണ് കേരളത്തിന് വേണ്ടി 2025 ജൂലൈ 13 മോദി സർക്കാർ രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിലൂടെ പൊട്ടിച്ചത്. അത് കേരളത്തിലെ പല BJP നേതാക്കന്മാർക്കും ഞെട്ടലായി മാറിയിട്ടുമുണ്ട്.